എൻ്റെ പേര് ജിൻറ്റോ. ഞാൻ സ്വന്തം വീട് തൃശ്ശൂർ, പക്ഷേ കഴിഞ്ഞ 13 വർഷമായിട്ട് നെതർലാൻഡ്സിലാണ്. അവിടെ ഹേഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നു. വർക്ക് ചെയ്യുന്നത് ആംസ്റ്റർഡാമിൽ. ഭാര്യ അന്നു, 3 പിള്ളേർ. ഞാൻ ING ബാങ്കിലാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഡേറ്റ ഫീൽഡിൽ ഒരു സീനിയർ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് അന്നു. ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ്. SMS എഞ്ചിനീയറിംഗ് കോളേജിൽ നേരത്തെ പഠിപ്പിക്കുമായിരുന്നു. അറ്റ് ദ മൊമെൻറ്റ് ഞാനൊരു ഫുൾ ടൈം സ്റ്റേ അറ്റ് ഹോം മദറാണ്. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങൾ. ഞങ്ങളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുള്ളായിട്ട് കൊണ്ടുപോകാം എന്ന് പറയുന്നൊരു കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്, കപ്പിളായിട്ട്. അപ്പം ഞങ്ങൾ ചെയ്യുന്ന 1-2 സാധനങ്ങൾ, 1-2 പ്രാക്ടിക്കൽ ടിപ്സ് ഞങ്ങൾ പറയാം. ഒന്ന്, ഞങ്ങൾ രാവിലെ എണീറ്റ് ഞങ്ങൾ 2 പേരും മാത്രം ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ നോക്കും, ഒരു കപ്പിളായിട്ട്, ആസ് എ കപ്പിൾ. പിന്നെ വൈകിട്ട് കുടുംബ പ്രാർത്ഥനയുണ്ട്. കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത്, കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ എല്ലാവരെയും ബ്ലസ് ചെയ്യും. അനുവിനെയും പിള്ളേരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹം വരട്ടെ എന്നും അവർക്ക് ആവശ്യമുള്ള കൃപകൾക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. പിന്നെ ഇങ്ങനത്തെ കുറച്ച് പ്രാർത്ഥനകൾ സംഭവങ്ങളാണ്. ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ വി എൻജോയ് ഈച്ച് അതേഴ്സ് കമ്പനി ആൻഡ് പ്രസൻസ്. സോ വി ലൈക്ക് ടു സ്പെൻഡ് ടൈം ടുഗെദർ ജസ്റ്റ് വിത്ത് ദ 2 of us. ഇടയ്ക്ക് പിള്ളേരുണ്ടാവും, പിള്ളേരില്ലാണ്ടും വി ലൈക്ക് ടു സ്പെൻഡ് ദ ടൈം ടുഗെദർ വിത്ത് ഈച്ച് അതർ. പിന്നെ പറ്റുമ്പോൾ ഒക്കേഷണലി വി ഗോ ഫോർ ഡേറ്റ്സ്. അതായത് ഞങ്ങൾ എവറി ഫ്രൈഡേ ഈവനിങ് ഒരു കോഫി ഡേറ്റിന് പോകാൻ ശ്രമിക്കും. അതായത് ഞങ്ങൾ പോകുന്നൊരു യൂഷ്വൽ സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾക്ക് ചെയ്യുന്ന വി ക്യാൻ ടോക്ക്, വി ക്യാൻ അൺവൈൻഡ് ആൻഡ് സ്പെൻഡ് സം ടൈം, അൺഇൻറ്ററപ്റ്റഡ് ടൈം. ആ അൺഇൻറ്ററപ്റ്റഡ് ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ വീക്കിലും ഞങ്ങൾ പോകാനായിട്ട് ശ്രമിക്കും. ഒത്തിരി പൈസ മുടക്കുള്ളതൊന്നുമല്ല, ജസ്റ്റ് ഒരു കോഫി ഡേറ്റ് പോവുക, ഒരുമിച്ച് ഒരു ചായ അല്ലെങ്കിൽ ഒരു കാപ്പി കുടിക്കുക. കുറച്ച് നേരം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിള്ളേരുടെ ഒരു ഒച്ചയും ബഹളവും ഇല്ലാതെ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് സംസാരിക്കുക. അത് ഞങ്ങളെപ്പോഴും ലോങ് ചെയ്യുന്ന ഒരു ഇതാണ്, നോക്കി അതിന് വേണ്ടി ഇരിക്കാറുണ്ട്. എല്ലാ വീക്കിലും നടക്കാറുമില്ല, പക്ഷേ മാക്സിമം ഞങ്ങൾ എഫേർട്ട് ഇടാറുണ്ട് എല്ലാ വീക്കിലും പോകാനായിട്ട്. അതൊരു ഞങ്ങൾക്കൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു കണക്റ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട്. പിന്നെ വൺസ് ഇൻ എ ഫ്യൂ മന്ത്സ് ഞങ്ങൾ ഒരു ഡിന്നറിന് പോകും. അതിപ്പോൾ നമ്മുടെ ഇവിടുത്തെ പോലെയല്ല. ഗോയിങ് ഔട്ട് ഓൺ എ ഡിന്നർ ഇസ് ക്വൈറ്റ് എക്സ്പെൻസീവ് ഞങ്ങൾ വരുന്ന സ്ഥലത്ത്. സോ വൺസ് ഇൻ ഫ്യൂ മന്ത്സ്, ചിലപ്പോൾ 3 months ആവാം, ചിലപ്പോൾ 4-5 months ആവാം, ഡിപ്പെൻഡിങ് ഓൺ സിറ്റുവേഷൻ, ഞങ്ങളൊരു ഡിന്നറിന് പോകാൻ ശ്രമിക്കും. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടെ സമയം കിട്ടും. ആ സമയത്ത് പിള്ളേരെ നോക്കാൻ ആരെങ്കിലും ഏൽപ്പിക്കുകയോ അറേഞ്ച് ചെയ്യുകയോ ചെയ്യും. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ. പിള്ളേരെ അങ്ങനെ ഒറ്റയ്ക്ക് പലപ്പോഴും വിടാറില്ല. ഇങ്ങനെയുള്ള സമയത്ത് മാത്രമേ പിള്ളേരെ ഞങ്ങളില്ലാണ്ടിരിക്കാറുള്ളൂ. ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ചില ആക്ടിവിറ്റീസ് ഉണ്ട്. അത് ഞങ്ങൾ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യാറുണ്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അത് കുറേ കാലം ചെയ്യാതിരിക്കുമ്പോൾ ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റിമൈൻഡ് ചെയ്യും. പ്രത്യേകിച്ച് നടക്കാൻ പോകാനായിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഒരുമിച്ച് ഇഷ്ടമാണ് വാക്കിങ്. കാരണം ആ സമയത്ത് ഞങ്ങൾക്ക് പിള്ളേരെ കൂട്ടിയും ചെയ്യാൻ പറ്റും. പിന്നെ പിള്ളേർ ഒന്നെങ്കിൽ സൈക്കിളിൽ അല്ലെങ്കിൽ അവർ സ്ട്രോളറിലൊക്കെ ഇരിക്കുമ്പോൾ പുറകെ ഞങ്ങൾ പയ്യെ നടക്കും. കാരണം ആ സമയത്ത് ഞങ്ങൾക്ക് ഒത്തിരി സംസാരിക്കാൻ പറ്റും, പിള്ളേർ ഒത്തിരി ശല്യപ്പെടുത്തത്തില്ല. അപ്പോൾ അത് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നൊരു ആക്ടിവിറ്റിയാണ്, പ്രത്യേകിച്ച് സമ്മറിൽ ഗോയിങ് ഫോർ ലോങ് വാക്സ്. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളതാണ് ഓരോ പോഡ്കാസ്റ്റുകൾ കേൾക്കുക, ബുക്സ് വായിക്കുക. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്യുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ്. അപ്പോൾ അതിൻ്റെ ബുക്സുകൾ വായിക്കുക, പോഡ്കാസ്റ്റുകൾ കേൾക്കുക. അപ്പോൾ ചേട്ടൻ കേട്ട് കഴിഞ്ഞാൽ എന്നോട് അതിനെക്കുറിച്ച് തിരിച്ച് വൈകിട്ട് വന്ന് മിക്കവാറും ഡ്രൈവ് ചെയ്യുമ്പോഴായിരിക്കും കേൾക്കുന്നത്. അപ്പോൾ വൈകിട്ട് വരുമ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കും. അതിൽ ബുക്സുകൾ ചിലപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വായിക്കും, ഒരുമിച്ച് ഷെയർ ചെയ്യും. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആക്ടിവിറ്റീസ്. അതേപോലെ ചില പ്രോജക്റ്റുകൾ, ഇപ്പോൾ വീട് ഞങ്ങൾ റെനോവേറ്റ് ചെയ്തുകൊണ്ടിരുന്നു, അപ്പോൾ അത് ഒരുമിച്ച് ചെയ്യാൻ ഞങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ടീം വർക്കായിട്ട് ഞങ്ങൾക്ക് ഓഫ് കോഴ്സ് നമ്മൾ പിള്ളേരെ വളർത്തുന്നതും ബാക്കിയുള്ളതൊക്കെ ഒരു ടീം വർക്കായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഔട്ട്സൈഡ് ദാറ്റ് ഞങ്ങൾക്ക് അതുപോലെ തന്നെ മിനിസ്ട്രി ഞങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ ഇഷ്ടമാണ്, മിനിസ്ട്രിയിൽ ഇൻവോൾവ് ആവുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരുമിച്ച് ചെയ്യാൻ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കണ്ടുപിടിച്ച് ഒരുമിച്ച് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു നമുക്കൊരു ഒരു ബോണ്ടിങ് കുറച്ചും കൂടെ കൂട്ടാനായിട്ട് നമ്മളെ സഹായിക്കും. അതിലൊരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് എന്താ വെച്ചാൽ ഞങ്ങളുടെ 2 പേരും വി നോ ദ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്സസ് ഓഫ് ഈച്ച് അതർ. സോ വി കോംപ്ലിമെൻറ്റ് ഈച്ച് അതർ ആസ് ബെസ്റ്റ് ആസ് വി ക്യാൻ. അപ്പോൾ we don't have to point out that's your strength, that's your weakness. I know that this is her strength, so she will kick in. And when it's my strength, I will kick in and we will chip in. അങ്ങനെ കോംപ്ലിമെൻ്റ് ചെയ്ത്
ഒരു ടീം എഫേർട്ടായിട്ട് മുന്നോട്ട് പോകും. ദാറ്റ് ഈസ് സംതിങ് വി എൻജോയ് എ ലോട്ട്. എനിക്കൊന്ന് വിവാഹത്തിൻ്റെ ഓരോ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ കുറേ കൂടെ ഒരു ഡെപ്തിൽ വളരുക എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായത് ആദ്യത്തെ ഒരു 1-2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കുറേ കൂടെ ഒരു സെൽഫ് അവെയർനെസ്, ഒരു മ്യൂച്വൽ അവെയർനെസ് നന്നായിട്ട് ഉണ്ടായി. എന്താണ് ഒരാളുടെ, ഞങ്ങളുടെ രണ്ടുപേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, എവിടെയാണ് വീക്ക് സ്പോട്ട്, എവിടെയാണ് സ്ട്രെങ്ത്. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ആദ്യ കാലത്തൊക്കെ അതിൻ്റെയൊക്കെ പേരിൽ അടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേ കൂടെ ഒരു അവെയർനെസ് കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ പേരിൽ ഒത്തിരി അടി ഉണ്ടാവുന്നില്ല. കാരണം എനിക്കറിയാം ഓക്കെ ആ സ്ഥലത്ത് ഞാൻ ചിപ്പിൻ ചെയ്താലേ പറ്റത്തുള്ളൂ. അതുപോലെ ചേട്ടനറിയാം ഓക്കെ ഇവളീ കാര്യത്തിൽ വീക്കാണ്, അപ്പോൾ ഞാൻ ചിപ്പിൻ ചെയ്യണം. അപ്പോൾ അത് ആ ഒരു അവെയർനെസ് എനിക്ക് തോന്നുന്നത് നമ്മൾ തമ്മിലുള്ള അടികളുടെ ഒരു എമൗണ്ട് കുറയ്ക്കാൻ ഒരു വലിയ ക്രിട്ടിക്കൽ ഇതായിരുന്നു. ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ കുക്കിംഗ്, ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ എനിക്കറിയാം. ഇപ്പോൾ ലോണ്ട്രി ചെയ്യുന്നതാണെങ്കിൽ ചേട്ടന് ലോണ്ട്രി എന്ന് പറയുന്ന കാര്യം ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ്. പക്ഷേ പച്ചക്കറി അരിഞ്ഞു തരാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഒരിക്കലും അപ്പോൾ അങ്ങനത്തെ ഓരോ ഇൻട്രസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിനി അതിൻ്റെ പേരിൽ അടി ഉണ്ടാക്കാതെ, അപ്പോൾ എനിക്കറിയാം ഇപ്പോൾ ലോണ്ട്രി ചെയ്യാൻ എന്നെ സഹായിച്ചില്ലെങ്കിലും അരിയാൻ എന്നെ സഹായിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ അതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും, അതുപോലെ ഇപ്പോൾ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ കുറച്ച് വീക്കാണ്, പക്ഷേ ചേട്ടൻ ആ കാര്യങ്ങളിൽ കുറേ കൂടെ സ്ട്രോങ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് ആ ഒരു അവെയർനെസ്, സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഞങ്ങളുടെ പരസ്പരം, അതുപോലെ ഞങ്ങളുടെ ടെമ്പറമെൻറ്റ് പരസ്പരം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ഞങ്ങളെ ഒരു ഓവറോൾ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ശരിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ ഒരു അവെയർനെസ്. ഇതിനെ എല്ലാം കൂടെ സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംഭവം എന്നുള്ളത് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ സംസാരിക്കണം, കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. എന്താണ് കമ്മ്യൂണിക്കേഷൻ ഈസ് കീ. പക്ഷെ അതിൻ്റെ ഓവറോൾ നോക്കുകയാണെങ്കിൽ വി ഹാവ് ടു വർക്ക് ഓൺ അവർ മാരേജ്, വി ഹാവ് ടു വർക്ക് ഓൺ അവർ റിലേഷൻഷിപ്പ്, വി ഹാവ് ടു വർക്ക് ഓൺ ബിൽഡിംഗ് അപ്പ് ഓൺ അവർ റിലേഷൻഷിപ്പ്. അതിനെ വി പുട്ട് ആൻ എഫേർട്ട്. ഈ പറഞ്ഞ പുസ്തകം വായിക്കുക, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ സൈലൻ്റായിട്ട് ഇരുന്ന് വായിക്കുന്ന സംഭവം നടക്കുന്നില്ല. ഞാൻ കാർ ഓടിക്കുമ്പോഴായിരിക്കാം, ഇവള് നടക്കാൻ പോകുമ്പോഴായിരിക്കാം പുസ്തകം കേൾക്കുന്നതും വായിക്കുന്നതും, പോഡ്കാസ്റ്റ് കേൾക്കുന്നതോ വീഡിയോസ് കേൾക്കുന്നതോ. അത് ഒരു ഹോളിസ്റ്റിക് ഫോർമേഷനാണ്. ഫെയ്ത്ത് മാത്രമല്ല അല്ലാത്ത കാര്യങ്ങളും, എങ്ങനെ ഒരു ഭവനം വളർത്താം. ഞാൻ ചിലപ്പോൾ ഈസ്റ്റേൺ ഓർത്തഡോക്സും വെസ്റ്റേൺ കാത്തലിസിസും അങ്ങനത്തെ സാധനങ്ങൾ ഞങ്ങൾ രണ്ടുപേരും വായിക്കും, ഇവളും വായിക്കും. കുറേ എന്നെക്കാളധികം ഇങ്ങനത്തെ പുസ്തകങ്ങൾ വായിക്കും. അപ്പോൾ ഇങ്ങനത്തെ രണ്ടും ഒരു കോമ്പിനേഷൻ. വി കണ്ടിന്യൂസ്ലി വർക്ക് ഓൺ അവർ മാരേജ് ആൻഡ് വി ട്രൈ ടു കണ്ടിന്യൂസ്ലി വർക്ക് ഓൺ അവർ റിലേഷൻഷിപ്പ്. ഈ ഡേറ്റ്സിന് പോകുന്നതാണെങ്കിൽ തന്നെ ആദ്യകാലത്ത് കല്യാണം കഴിച്ച് പിന്നെ കുട്ടികളൊക്കെ ആയി തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ മാരേജ് ഓരോ ഫേസിൽ കൂടെ ആണല്ലോ പോകുന്നത്. അപ്പോൾ പിള്ളേർ ഒരു കൊച്ചു കഴിഞ്ഞു, രണ്ടാമത്തെ കൊച്ച്, മൂന്നാമത്തെ കൊച്ചാവുന്ന ഒരു സ്റ്റേജിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഒന്നിനും സമയമില്ല എന്നുള്ളൊരു സ്റ്റേജിലേക്കൊക്കെ ഞങ്ങൾ വന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ സമയമില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു മാരേജിന് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി തുടങ്ങിയായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ചില ബുക്സുകളും ഒക്കെ വായിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി വി ഹാവ് ടു അല്ലേ നമ്മുടെ മാരേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ. അപ്പോൾ അങ്ങനത്തെ ഒരു അവെയർനെസ് ഞങ്ങൾക്ക് ഒരു കൺവിക്ഷൻ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് എത്ര തിരക്കാണെങ്കിലും കുറച്ച് സമയം ഞങ്ങൾ രണ്ടുപേരും മാറ്റി വെച്ച് ആ അൺഇൻറ്ററപ്റ്റഡ് ടൈം ഞങ്ങൾക്ക് വേണമെന്ന് തീരുമാനിച്ച് ഡേറ്റ്സിന് പോകാൻ തുടങ്ങി. അങ്ങനെ ഒരു 2 വർഷം നമ്മളല്ലേ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ അതൊരു മെയ്ഡ് എ ട്രെമൻഡസ് ചേഞ്ച് ആ റിലേഷൻഷിപ്പിൽ. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഒരു എക്സോഷൻ, ഒരു ബേൺ ഔട്ട് ഫീലിംഗ്, പിള്ളേരെ നോക്കിയും എല്ലാ തിരക്കും ബഹളവും ഒക്കെ. പക്ഷെ ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒരു നല്ലൊരു വ്യത്യാസം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് തോന്നി തുടങ്ങിയായിരുന്നു. ഇതിൽ ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ പറഞ്ഞ പോലെ ഞങ്ങൾ ഓവർ ദ ഇയേഴ്സ് വാട്ട് വി സോ ഇസ് പിള്ളേർക്ക് മനസ്സിലായി ജീസസ് ഈസ് നമ്പർ 1 ഇൻ ആർ ലൈഫ്സ്. അത് കഴിഞ്ഞാൽ ഫോർ അസ് ഈച്ച് അതർ ആർ ഇമ്പോർട്ടൻറ്റ് എന്നൊരു കൺവിക്ഷൻ അവർക്ക് വന്നു. സോ വെൻ വി വോണ്ട് ടു സ്പെൻഡ് ടൈം വിത്ത് ഈച്ച് അതർ, അവർ പറയും ഓക്കെ പപ്പ മമ്മ ഐ ഗോയിങ് ഫോർ എ കോഫി ഡേറ്റ്, യെസ്. അപ്പോൾ അവർ ആദ്യമൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു വൈ എന്തിനാ പോകണം, ഞങ്ങളവിടെ കൊണ്ടുപോകും. ഞങ്ങൾക്ക് ഞങ്ങളുടെ മാത്രമായിട്ട് കുറച്ച് സമയം വേണം, സോ ദാറ്റ് വി ക്യാൻ ഗ്രോ ഇൻ ലവ് ആൻഡ് വി ക്യാൻ ഓൾസോ തിങ്ക് ഓഫ് ഹൗ ടു റേസ് യു വെൽ എന്നുള്ളൊരു ഐഡിയ. കണ്ടിന്യൂസ് റെപ്പറ്റീഷനാണ്, എല്ലാ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് അവർക്കൊരു ഐഡിയ കിട്ടി ഓക്കെ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ പപ്പ ആൻഡ് മമ്മ. അപ്പോൾ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും പിള്ളേർക്ക് വന്നു. ആ പ്രയോറിറ്റീസ് സ്ട്രൈറ്റ് ആക്കി. നമ്പർ 1 ഫസ്റ്റ് എപ്പോഴും ഈശോ, അത് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഉള്ള റിലേഷൻഷിപ്പ്, പിന്നെ മക്കൾ. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മളെ പിള്ളേർക്കും അത് രാവിലെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് രാവിലെ ഭയങ്കര എല്ലാ ഫാമിലീസിനെ പോലെ ഭയങ്കര പീക്ക് ടൈമാണ്. പിള്ളേർ സ്കൂളിൽ പോകുന്നു, എഴുന്നേൽപ്പിക്കുന്നു, ജോലിക്ക് പോകുന്നു ഒക്കെ. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ ഒത്തിരി നേരമൊന്നുമല്ല, ഒരു ജസ്റ്റ് 3 minutes
ഒരുമിച്ച് വന്ന് ഇരുന്ന് പ്രാർത്ഥിക്കും. ഇപ്പം എനിക്ക് തോന്നുന്നത് അത് കുട്ടികളും അതിനോട് യൂസ്ഡ് ആയി. അവർക്ക് ഡിസ്റ്റർബ് ചെയ്യില്ല, ഡിസ്റ്റർബ് ചെയ്യത്തില്ല ആ സമയത്ത്. അല്ലെങ്കിൽ മടിയിൽ വന്നിരിക്കുക, അപ്പുറത്തെ സൈഡിൽ ഇരിക്കുകയുള്ളൂ, ഡിസ്റ്റർബ് ചെയ്യില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും, നമ്മൾ ഈശോയാണ് നമ്പർ 1, സോ ഈശോയുടെ അടുത്ത് പപ്പയും അമ്മയും പ്രാർത്ഥിക്കുവാണ് എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവരും അതിനോടൊന്നൊരു ഡെയിലി അല്ലേ ഒരു റൂട്ടീൻ പോലെ ആയി അത്. അപ്പോൾ എനിക്കൊന്ന് ആ ഒരുമിച്ചുള്ള കപ്പിൾ പ്രയർ ഇസ് കീ. അതാണ് ഒരു ഫൗണ്ടേഷൻ അല്ലേ.